വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ 30 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രിയിലുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയായിരിക്കുമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്റ് us see the trigonometric ratio of 45 ഡിഗ്രി. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ എ ബി സി എടുത്തിട്ടുണ്ട്. എ ബി സി ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് ആംഗിൾ ബി. ഇവിടെ ആംഗിൾ എ 45 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ആണ്. 180 മൈനസ് 90 മൈനസ് 45. സോ ആംഗിൾ സി എന്ന് പറയുന്നത് 45 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 45 ഡിഗ്രി എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിളിനെ ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇവിടെ എ ബിയും ബി സിയും ഈക്വൽ ആയിരിക്കും. കാരണം ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസും രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ ബി ബി സിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു ട്രയാങ്കിളിൽ ആംഗിൾ എ ആംഗിൾ സി 45 ഡിഗ്രി ആണ്. ഇവിടെ നമ്മൾ എ ബി ഈക്വൽ ടു ബി സി ആണെന്ന് പറഞ്ഞു. സോ ഇതിനെ നമ്മൾ എ എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇത് നമ്മുടെ അസംഷൻ ആണ്. എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് എ സിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും എ അല്ലേ. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ എ സിയുടെ വാല്യൂ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 2a സ്ക്വയർ ഈക്വൽ ടു √2a എന്നാണ് നമുക്ക് എ സിയുടെ വാല്യൂ ലഭിക്കുന്നത്. ഫസ്റ്റ് ലെറ്റ് us കാൽക്കുലേറ്റ് സൈൻ 45 ഡിഗ്രി. ഇവിടെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 45 ഡിഗ്രി ആണ്. സോ ഞാൻ ആംഗിൾ എ ആണ് എടുക്കുന്നത്. സോ ഇവിടെ സൈൻ 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. സോ സൈൻ ഓഫ് 45 ഡിഗ്രി എന്ന് പറയുന്നത് എ ബൈ √2a ആണ്. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള എ ക്യാൻസൽ ചെയ്തിട്ട് 1 ബൈ √2 എന്ന വാല്യൂ നമുക്ക് ലഭിക്കും. സോ സൈൻ ഓഫ് 45 എന്ന് പറയുന്നത് 1 ബൈ √2 ആണ്. സിമിലർലി നമുക്ക് കോസ് ഓഫ് 45 ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോസ് 45 എന്ന് പറയുന്നത് adjacent side of angle 45 divided by hypotenuse ആണ്. adjacent side AB ആണ്, hypotenuse AC ആണ്. that is A by √2a. so cos 45 എന്ന് പറയുന്നതും same A by √2a ആണ് നമുക്ക് ലഭിക്കുന്നത്. so it will also be equal to 1 by √2. so sin 45 and cos 45 is equal to 1 by √2 എന്ന് നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് tan 45 കാൽക്കുലേറ്റ് ചെയ്യാം. tan of 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, ദാറ്റ് ഈസ് എ. അഡ്ജസന്റ് സൈഡ് എ ബി ആണ്, അതും എ ആണ്, ദാറ്റ് ഈസ് എ ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ടാൻ ഓഫ് 45 എന്ന് പറയുന്നത് 1 ആണ്. കൊസീക് 45 എന്ന് പറയുന്നത് 1 ബൈ സൈൻ 45 ആണ്, അതായത് 1 ബൈ √2ന്റെ ഇൻവേഴ്സ്. സോ കൊസീക് 45 ഈക്വൽ ടു √2 എന്ന് ലഭിക്കും. അതുപോലെ സീക് 45 എന്ന് പറയുന്നത് 1 ബൈ കോസ് 45 ആണ്, ദാറ്റ് ഈസ് 1 ബൈ √2, ദാറ്റ് ഈസ് √2 ആണ് സീക് 45യുടെ വാല്യൂ. സിമിലർലി കോട്ട് 45 എന്ന് പറയുന്നത് 1 ബൈ ടാൻ 45 ആണ്. ടാൻ 45 1 ആണ്. സോ 1 ബൈ 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ അങ്ങനെ 45 ഡിഗ്രിയുടെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. Now let us calculate the trigonometric ratios of 30 degree and 60 degree. For that ഞാൻ ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം, 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അത് 60 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ആൻഡ് അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഞാൻ ആംഗിൾ എയിൽ നിന്നും ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഈ പോയിന്റിനെ ഡി എന്ന് മാർക്ക് ചെയ്യാം. സോ പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി സിയും 90 ഡിഗ്രി ആണ്.
ഇവിടെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണ്. അതുപോലെ തന്നെ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ആണ്. ഓൾസോ എ ബി ഈക്വൽ ടു എ സി ആണ്. വിച്ച് മീൻസ് രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയാം. So since triangle ADB is congruent to triangle ADC, corresponding parts of a congruent triangle are equal. That is BD equal to CD and also angle BAD equal to angle CAD എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി ആണെന്ന് അറിയാമല്ലോ. അതിനെ നമ്മൾ 2a എന്ന് കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി ഈക്വൽ ടു 2a. സിൻസ് ബി ഡി ഈക്വൽ ടു സി ഡി, ബി ഡി പ്ലസ് സി ഡി ആണ് 2a, വിച്ച് മീൻസ് ബി ഡി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ആവും. അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ എ ഡി ബിയിൽ ആംഗിൾ ബി 60 ആണ്, ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് 90 ആണ്. സോ ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് 90 മൈനസ് 60 ആണ്. സോ ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 30 ഡിഗ്രി. സിമിലർലി ട്രയാങ്കിൾ എ ഡി സിയുടെ കേസ് എടുത്താലും ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് 180 മൈനസ് 90 മൈനസ് 60. ഇനി നമുക്ക് എ ഡിയുടെ വാല്യൂ കൂടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ അതിന് ഞാനിവിടെ പൈതഗോറസ് തിയറം എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്തിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. ദാറ്റ് ഈസ് 2a the whole square മൈനസ് ബി ഡി എന്ന് പറയുന്നത് എ ആണ്, എ സ്ക്വയർ. ദാറ്റ് ഈസ് 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ ആണ് എ ഡി സ്ക്വയറിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് √3a എന്ന് നമുക്ക് ലഭിക്കും. സോ നമുക്കിവിടെ എ ഡിയുടെ വാല്യൂവും ലഭിച്ചു കഴിഞ്ഞു. സോ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെയും വാല്യൂ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നൗ ലെറ്റ് us കാൽക്കുലേറ്റ് sin 30. sin 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് 2a ആണ്. ദാറ്റ് ഈസ് ബി ഡി ബൈ എ ബി ഈക്വൽ ടു എ ബൈ 2a ഈക്വൽസ് ടു എ മെയിൻ ക്യാൻസൽ ചെയ്തിട്ട് 1/2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് കോസ് 30 ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോസ് ഓഫ് 30 എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ 30 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് എ ഡി ബൈ എ ബി ഈക്വൽ ടു √3a ഡിവൈഡഡ് ബൈ 2a. ഇവിടെയും എയും ക്യാൻസൽ ആയിട്ട് √3/2 എന്ന് പറയുന്ന വാല്യൂ ആണ് കോസ് 30 നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ടാൻ ഓഫ് 30 ഡിഗ്രി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടാൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബി ഡി ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എ ഡി ആണ്. ഈക്വൽ ടു എ ബൈ √3a എന്ന് ലഭിക്കും. സോ ഇത് 1/√3 എന്ന് നമുക്ക് ലഭിച്ചു. സൈനും കോസും ടാനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസിയാണ്. ഇതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മതി. സോ കൊസീക്ക് 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/sin 30 ആണ്. അതായത് 1/2 ന്റെ ഇൻവേഴ്സ് ഇറ്റ് വിൽ ബി 2. ഓൾസോ സീക്ക് ഓഫ് 30 എന്ന് പറയുന്നത് 1/cos 30 ആണ്. സോ ഇറ്റ് വിൽ ബി 2/√3. സിമിലർലി കോട്ട് ഓഫ് 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/tan 30 ആണ്. ദാറ്റ് ഈസ് 1/√3യുടെ ഇൻവേഴ്സ്. സോ കോട്ട് 30 ഡിഗ്രി ഈക്വൽ ടു √3 എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് 60 ഡിഗ്രിയുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം.
So sine of 60 degree equal to sine 60 എന്ന് പറയുന്നത് opposite side of angle 60 divided by hypotenuse ആണ്. That is AD by AB equal to root 3A divided by 2A, which is root 3 by 2 എന്ന് നമുക്ക് ലഭിച്ചു. Similarly cos of 60 degree എന്ന് പറയുന്നത് cos 60 adjacent side of 60 degree divided by hypotenuse, അതായത് BD by AB, that is A by 2A equals to 1 by 2 എന്ന് നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് tan of 60 degree ഫൈൻഡ് ഔട്ട് ചെയ്യാം. tan of 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. that is AD by BD. that is root 3A divided by A equal to root 3 എന്ന് നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് cosec, sec and cot of 60 degrees ഫൈൻഡ് ഔട്ട് ചെയ്യാം. cosec 60 degree എന്ന് പറയുന്നത് 1 by sin 60 ആണ്. root 3 by 2 ന്റെ ഇൻവേഴ്സ് ആണ്. that is 2 by root 3 എന്ന് നമുക്ക് ലഭിക്കും. Similarly sec of 60 degree എന്ന് പറയുന്നത് 1 by cos 60 ആണ്. that is 1 by 2 ന്റെ ഇൻവേഴ്സ്. so sec 60 is equal to 2. and cot of 60 degree എന്ന് പറയുന്നത് 1 by tan 60 ആണ്. that is 1 by root 3. so 30 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണിത്. ഈ ടേബിൾ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് സൈൻ, കോസ് ആൻഡ് ടാനിൻ്റെ 30, 45, 60 വാല്യൂസ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് നോക്കിയിട്ട് കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട് ഓഫ് 30, 45, 60 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. Now let us solve example 6. In triangle ABC, right angled at B, AB equal to 5 cm and angle ACB equal to 30 degree. Determine length of sides BC and AC. ഇവിടെ ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ B ആണ് 90 ഡിഗ്രി, അതുപോലെ ആംഗിൾ ACB എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓൾസോ സൈഡ് AB എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്നും ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി സിയുടെയും എ സിയുടെയും വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ബി സിയുടെയും എ സിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ബി സി സൈഡും അതുപോലെ ഗിവൺ ആയിട്ടുള്ള സൈഡാണ് എ ബി, ഈ രണ്ട് സൈഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഏതാണെന്ന് നോക്കണം. ആംഗിൾ 30യുടെ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡ്സും ആണ് ബി സി ആൻഡ് എ ബി. സോ നമുക്ക് tan of 30 degree ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം tan of 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. സോ ലെറ്റ് us write down that value. നമുക്കറിയാവുന്ന കാര്യമാണ് tan of 30 degree എന്ന് പറയുന്നത് 1 by root 3 ആണ്. സോ എ ബി ബൈ ബി സി ആണ് tan of 30 degree ഇവിടെ. ദാറ്റ് ഈസ് എ ബി ബൈ ബി സി ഈക്വൽ ടു 1 by root 3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എ ബി 5 എന്ന് ഗീവൺ ആണ്. സോ ബി സി എന്ന് പറയുന്നത് 5 into root 3 എന്ന് വരും. സോ നമുക്ക് ബി സി 5 root 3 എന്ന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് എ ബി അറിയാം, ബി സി അറിയാം. ഇനി നമുക്ക് എ സി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇത് നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് എ സി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനൂസും ഉള്ളതോ അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടനൂസും ഉള്ളതോ ആയ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ യൂസ് ചെയ്തും ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അതുപോലെ ഹൈപ്പോട്ടനൂസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ഓഫ് 30 ഡിഗ്രി എഴുതാം. സൈൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറയുന്നത് 1 by 2 ആണ് സൈൻ ഓഫ് 30. സോ ഇവിടെ എന്ന് പറയുന്നത് എ ബി ബൈ എ സി ആണ് സൈൻ 30. എ ബി ബൈ എ സി ഈക്വൽ ടു 1 by 2. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എ സി ഈക്വൽ ടു എ ബി ഇൻറ്റു 2. ദാറ്റ് ഈസ് 2 into 5 ഈക്വൽ ടു 10. സോ എ സി നമുക്ക് 10 എന്നും ലഭിച്ചു. അങ്ങനെ നമുക്ക് ബി സിയുടെയും എ സിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. Now let us see example 7. In triangle PQR, right angled at Q,
PQ equals 3 centimeter and PR equals to 6 centimeter. Determine angle QPR and angle PRQ. QPR ഉം PRQ ഈ ആംഗിളും ഈ ആംഗിളും ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ രണ്ട് സൈഡ്സ് ആണ് നൽകിയിട്ടുള്ളത്, രണ്ട് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പ്രീവിയസ് എക്സാമ്പിളിൽ നമുക്ക് ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ട് രണ്ട് സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നൽകിയിരുന്നത്. സോ ഇവിടെ PQ ആൻഡ് PR, ദാറ്റ് ഈസ് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും എന്നുള്ള ഒരു രീതിക്ക് എടുക്കാം. ദാറ്റ് ഈസ് സൈൻ ഓഫ് R എന്ന് പറയുന്നത് ആണ് PQ ഡിവൈഡഡ് ബൈ PR. PQ 3 എന്ന് നൽകിയിട്ടുണ്ട്, 3 ഡിവൈഡഡ് ബൈ PR 6 ആണ്. ദാറ്റ് ഈസ് 1/2. 1/2 എന്ന് പറയുന്നത് സൈൻ ഓഫ് 30 ഡിഗ്രിയുടെ വാല്യൂ ആണ്. സോ സൈൻ ഓഫ് R എന്ന് പറയുന്നത് 1/2 എന്ന് ലഭിച്ചു. ദാറ്റ് ഈസ് സൈൻ 30 ആണ് 1/2. സോ ആംഗിൾ ആറിന്റെ വാല്യൂ എത്ര കിട്ടി? ദാറ്റ് ഈസ് ആംഗിൾ PRQ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്ന് നമുക്ക് ലഭിച്ചു. ആംഗിൾ PRQ 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ QPR എന്ന് പറയുന്നത് 180 മൈനസ് 90 മൈനസ് 30 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ആംഗിൾ QPR എന്ന് പറയുന്നത് നമുക്ക് 60 ഡിഗ്രി എന്ന് ലഭിച്ചു. സോ ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ P, ആംഗിൾ Q ആൻഡ് ആംഗിൾ Rന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ Pയുടെ വാല്യൂ എന്ന് പറയുന്നത് 180യിൽ നിന്നും ഇതിന്റെ സമ്മ് മൈനസ് ചെയ്യുന്നതാണ്. സോ 90 പ്ലസ് 30 എന്ന് പറയുന്നത് 120 ആണ്. സോ 180 മൈനസ് 120 ആണ് 60. അങ്ങനെയാണ് നമുക്ക് ആംഗിൾ QPR എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് ലഭിച്ചത്. Now let us see example 8. If sin of A minus B equal to half and cos of A plus B equals to half, then 0 less than A plus B less than or equal to 90 degree. Angle A is greater than angle B, then find A and B. ഇവിടെ സൈൻ ഓഫ് A മൈനസ് ബി ഹാഫ് എന്ന് നൽകിയിട്ടുണ്ട്. വി നോ സൈൻ ഓഫ് 30 ആണ് ഹാഫ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് സൈൻ 30ക്ക് ഈക്വൽ ആണ്, വിച്ച് മീൻസ് A മൈനസ് ബി ഈസ് ഈക്വൽ ടു 30 എന്ന് പറയാം. സിമിലർലി കോസ് ഓഫ് A പ്ലസ് ബിയും 1/2 എന്ന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കോസ് ഓഫ് 60 ആണ് 1/2 എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് A പ്ലസ് ബി ഈക്വൽ ടു 60. സോ A മൈനസ് ബി എന്ന് പറയുന്നത് 30 ആണ്, A പ്ലസ് ബി എന്ന് പറയുന്നത് 60 ആണ്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1 ആൻഡ് ദിസ് ബി ഇക്വേഷൻ 2. ഇനി നമുക്ക് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ A പ്ലസ് A 2A എന്ന് ലഭിക്കും. മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയി പോവും. സോ 2A ഈക്വൽ ടു 30 പ്ലസ് 60 ഈക്വൽ ടു 90 എന്ന് ലഭിക്കും. സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 90/2 ആണ്, which is equal to 45 degree. So if A equal to 45 degree, substitute the value of A in equation 1. So 45 minus B ആണ് 30 എന്ന് പറയുന്നത്. Therefore B എന്ന് പറയുന്നത് 45 minus 30, which is equal to 15. So നമുക്ക് Aയുടെയും Bയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. സോ ഈ ടോപ്പിക്കിലെ എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സസൈസ് 8.2 സോൾവ് ചെയ്യുന്നതാണ്.